രാഷ്ട്രീയ തീരുമാനമാണ് രഞ്ജിത്തിൻ്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം. അതുകൊണ്ട് അദ്ദേഹം ഇറങ്ങണോ എന്ന രാഷ്ട്രീയ തീരുമാനം CPM എടുക്കുമെന്നാണ് നേരത്തെ സജി ചെറിയാൻ പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പാർട്ടിക്കെത്താൻ സമയമായിട്ടില്ല എന്ന വിവരമാണോ നമുക്ക് ലഭിക്കുന്നത്? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ശ്രീജിത്ത്? സ്മൃതി, CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുള്ള പഠന ക്യാമ്പ് തിരുവനന്തപുരത്ത് വിളപ്പിൽശാല EMS അക്കാദമിയിൽ നടക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവിടെയാണ്. അവിടെ എത്തി അദ്ദേഹത്തോടൊരു പ്രതികരണം ഇക്കാര്യത്തിൽ ഞാൻ ആരാഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം ഇന്ന് പ്രതികരിച്ചില്ല. അല്പം മുമ്പ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കട്ടെ, താൻ രാവിലെ മുതൽ ഈ ക്യാമ്പിലാണ്, ഈ വിഷയങ്ങൾ തൻ്റെ മുന്നിൽ വന്ന വിഷയങ്ങൾ പരിശോധിക്കട്ടെ, പരിശോധിച്ച ശേഷം ഇത് ഏത് ഘട്ടത്തിലേക്കാണ് മാറുന്നതെന്ന് മനസ്സിലാക്കി തീരുമാനമെടുക്കാം എന്നാണ് MV ഗോവിന്ദൻ നൽകുന്ന പ്രതികരണം. അതായത് ഈ കാര്യത്തിൽ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ് എന്നൊരു സമീപനം CPIM-നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ എങ്ങോട്ടാണ് ഈ കാര്യങ്ങൾ വളരുന്നത്, ഏത് ഘട്ടത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നത് വിലയിരുത്തിക്കൊണ്ടുള്ളൊരു സമീപനം സ്വീകരിച്ചാൽ മതി എന്നാണ് CPM ആലോചിക്കുന്നത്. തിടുക്കപ്പെട്ടൊരു നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന ധാരണയുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ കാര്യങ്ങൾ അവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. CPI കർശനമായ നിലപാടെടുത്തു കഴിഞ്ഞു. CPI തങ്ങൾ ഈ രഞ്ജിത്ത്, ഈ ലൈംഗിക ആരോപണം നേരിടുന്ന രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നതിനുള്ള അതൃപ്തി CPI കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലപാടുമായി CPIM-ന് ഏറെക്കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. CPI-യുടെ യുവജന സംഘടനയായ AYF പ്രത്യക്ഷ സമരത്തിലേക്ക് രഞ്ജിത്ത് രാജിവെക്കുന്നില്ലെങ്കിൽ പോകാനുള്ള തീരുമാനവും എറണാകുളത്ത് വെച്ച് എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മുന്നണിയിൽ തന്നെ വളരുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ ഹേതുവായി രഞ്ജിത്ത് മാറുകയാണെങ്കിൽ അതിനെ എങ്ങനെ രാഷ്ട്രീയമായി വീണ്ടും ചുമക്കാൻ കഴിയും എന്നുള്ള പ്രശ്നമാണ് CPIM-ന് മുന്നിലുള്ളത്. നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ ഇതൊരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് രഞ്ജിത്ത് കടന്നു വന്നിരിക്കുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് 2 സീറ്റിലേക്ക് വരെ പരിഗണിക്കപ്പെട്ട ആളായിരുന്നു രഞ്ജിത്ത് എന്ന് കൂടി ഓർക്കണം. മാത്രമല്ല അത്തരത്തിൽ CPM നേതൃത്വമായി ഏറെ അടുപ്പം പുലർത്തുന്ന ഒരാളെന്ന നിലയിലുള്ള പരിഗണന ഒരുപക്ഷെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് കൊണ്ടാകാം ഈ തീരുമാനമെടുക്കുന്നത്. എന്നാൽ ഈ വിവാദങ്ങളും മറ്റും കണ്ട് പാർട്ടിക്കും സർക്കാരിനും ദോഷമുണ്ടാക്കാതെ രഞ്ജിത്ത് സ്വയം രാജിവെച്ച് കൊടുക്കുന്ന ഒരു സമയമായി കൂടി വേണമെങ്കിൽ ഈ സാവകാശത്തെ CPM എടുക്കുന്ന സാവകാശത്തെ നമുക്ക് വിലയിരുത്താം. ശ്രീജിത്ത്, ഇപ്പോൾ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണല്ലോ. ചുറ്റുവട്ടത്തും നടക്കുന്നത് പാർട്ടി അറിയുന്നുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ സിനിമാ ലോകത്ത് നിന്നടക്കം വലിയ പ്രതിഷേധങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യം പരസ്യ പ്രതികരണങ്ങൾ കുറവായിരുന്നെങ്കിലും ദിവസം കഴിയുന്തോറും ഇപ്പോൾ പരസ്യ പ്രതികരണങ്ങൾക്ക് മടിക്കാതെ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇന്ന് നടി ഉർവശിയുടേതടക്കം ശക്തമായ പ്രതികരണം വന്നിട്ടുണ്ട് രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതൊക്കെ പാർട്ടി കാണുന്നുണ്ട്. അപ്പോൾ രാജിവെച്ച് പോകാൻ അവസരമൊരുക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടിയായിട്ട് സ്വയം ഒരു തീരുമാനമെടുക്കുന്നില്ല, സർക്കാരായിട്ട് രാജി ആവശ്യപ്പെടുന്നില്ല, സ്വയം രാജിവെച്ച് പോകട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ക്ഷീണിക്കുന്ന പാർട്ടിയാണ്, പാർട്ടിയുടെ സ്ത്രീപക്ഷ നിലപാടാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചതിൻ്റെ മേനി പറയുന്ന പാർട്ടിക്ക് ഈ വിഷയത്തിൽ എങ്ങനെ പറഞ്ഞു നിൽക്കാനാകും ശ്രീജിത്ത്? സ്മൃതി, CPIM-ന്റെ സ്ത്രീപക്ഷ നിലപാട് മാത്രമല്ല പാർട്ടിയുടെ പുരോഗമന വീക്ഷണം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്കാണ് ഈ രഞ്ജിത്ത് വിവാദം വളരുന്നത്. കാരണം ലൈംഗിക ആരോപണം നേരിടുന്ന ഒരു വ്യക്തി പാർട്ടി ഭരിക്കുന്ന സർക്കാരിലെ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉന്നതമായ ഒരു പദവി വഹിക്കുമെന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്. മാത്രമല്ല അത്തരത്തിൽ ലൈംഗിക ആരോപണം നേരിടുന്ന വ്യക്തിയെ ഏത് തരത്തിലാണ് സിനിമാ മന്ത്രിയായ സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാൻ ന്യായീകരിക്കുന്നത്? പിന്നീട് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഫേസ്ബുക്കിലൂടെ നിലപാട് തിരുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ചുറ്റുവട്ടത്തിൽ നടക്കുന്നതെല്ലാം പാർട്ടിക്ക് അറിയാത്തതല്ല. പിന്നെ എന്താണ് രഞ്ജിത്തിനെ നീക്കുന്നതിൽ നിന്ന്, രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെടുന്നില്ലെന്ന് CPIM-നെ പിറകോട്ട് വലിക്കുന്നത് എന്നതാണ് പ്രശ്നം. അപ്പോൾ അത്തരം ചില ആക്ഷേപങ്ങൾ മുന്നിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പാർട്ടി നേതൃത്വമായി രഞ്ജിത്തിനുള്ള ഏറ്റവും അടുത്ത ബന്ധം, പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോഴിക്കോട് സീറ്റിലേക്കടക്കം രഞ്ജിത്തിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. DYFയുടെ സെമിനാറിൽ അദ്ദേഹം, DYFയുടെ പരിപാടികളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. അതൊന്നും DYFയുടെ കുഴപ്പം കൊണ്ടായിരിക്കില്ല, അദ്ദേഹം ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ക്ഷണിച്ചുകൊണ്ട് പോയിന്ന അടക്കമുള്ള പല പരിപാടികളിലും പങ്കെടുത്ത പുരോഗമന വീക്ഷണം പുലർത്തുന്ന ഒരാളെന്ന നിലയിൽ ക്ഷണിച്ചുകൊണ്ടുപോയ ആളാണ് ഇത്തരത്തിലൊരു നിലയിൽ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ പാർട്ടി എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നതൊരു ചോദ്യമായിരിക്കുന്നു. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഉർവശി അടക്കമുള്ള നടികൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങൾ, CPI അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ, AYF അടക്കമുള്ള യുവജന സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം പാർട്ടിക്ക് മുന്നിലുണ്ട്. എന്തുകൊണ്ട് എന്നിട്ടും നടപടി എടുക്കാൻ അമാന്തം കാണിക്കുന്നു എന്നതാണ് പ്രശ്നം. ഈ അമാന്തത്തിന് പാർട്ടി നേതൃത്വം മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ തന്നെ പാർട്ടിയുടെ സൈബർ ഹാൻഡിലുകളിലൊക്കെ തന്നെ ശക്തമായ വിമർശനമാണ് ഈ കാര്യത്തിൽ നേരിടേണ്ടി വരുന്നത്. സജി ചെറിയാൻ രണ്ടാമതും രാജിവെക്കേണ്ടി വന്നാൽ അത് നാണക്കേടാണെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ സൈബർ ഹാൻഡിലുകളിൽ നിറയുന്നുണ്ട്.
വിരൽ ചൂണ്ടപ്പെടുന്നത് പാർട്ടി സെക്രട്ടറിയിലേക്കാണോ ശ്രീജിത്ത്? അതാണ് അറിയേണ്ടത്. പാർട്ടി സെക്രട്ടറിയുടെ നിലപാടിലേക്കാണോ എല്ലാവരും ഉറ്റുനോക്കുന്നത്? ഇതിപ്പോൾ ഈ തരത്തിൽ വലിയ വിവാദം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു വലിയ കോൺക്ലേവ് നടത്തും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന് പറയുന്ന ഘട്ടമാണ് അത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ്. ആ കോൺക്ലേവിന്റെ നടത്തിപ്പുകാരനായി ചലച്ചിത്ര അക്കാദമി ചെയർമാനും ഉണ്ടാകുമെന്ന വാർത്തകളാണ് നേരത്തെ കേട്ടിരുന്നത്. അപ്പോൾ ആ ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് ഇപ്പോൾ ആരോപണ വിധേയനായി നിൽക്കുന്നത്. പവർ ഗ്രൂപ്പുണ്ട് മലയാള സിനിമയിൽ എന്ന് പറയുമ്പോൾ ആ പവർ ഗ്രൂപ്പിന്റെ ഭാഗം സർക്കാരിലുമുണ്ട്, മന്ത്രിയായും MLA ആയും എന്നുള്ള ആരോപണം അവിടെ നിൽക്കുന്ന ഘട്ടമാണ്. അപ്പോഴാണ് ചലച്ചിത്ര അക്കാദമിയിലും ആ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന സംശയം വരുന്നത്. അപ്പോൾ പവർ ഗ്രൂപ്പിന്റെ പിടിയിലാണ് സർക്കാർ, പാർട്ടി എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാകുമോ പാർട്ടിക്ക്, ശ്രീജിത്ത്? സ്മൃതി, രഞ്ജിത്തിന്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിന്റെ കാര്യത്തിൽ തീരുമാനം വരേണ്ടത് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നുമാണ്. ഇവർ തമ്മിലുള്ള ഒരു ആശയവിനിമയം നടന്നു കഴിഞ്ഞാൽ ഇക്കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി വടക്കൻ ജില്ലകളിലെ പരിപാടികളിലായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമോ ഒരുപക്ഷെ ഇന്ന് രാത്രിയോ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി ഒരു ആശയവിനിമയം ടെലിഫോണിലെങ്കിലും നടക്കും. അതിനുശേഷമായിരിക്കും രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം നയപരമായി വരിക എന്നാണ് കരുതുന്നത്. എന്തായാലും ഈ രഞ്ജിത്തിനെ, ഇത്തരത്തിൽ ആരോപണം നേരിടുന്ന രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി പോലുള്ള മഹത്തരമായ ഒരു സ്ഥാപനത്തിന് തലപ്പത്തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതോട് തങ്ങൾക്ക് ഒരു തരത്തിലും യോജിപ്പില്ല. രഞ്ജിത്തിനെ സംരക്ഷിക്കരുത് എന്ന കാര്യം കൃത്യമായി CPI നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ മുന്നണിയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയടക്കം നിലപാട് വ്യക്തമാക്കിയ വിഷയത്തിൽ മറിച്ചൊരു തീരുമാനവുമായി മുന്നോട്ട് പോകാൻ CPIMനോ മുഖ്യമന്ത്രിക്കോ കഴിയുമെന്ന് കരുതുന്നില്ല. അങ്ങനെ കരുതിയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടിയും വരും. ശരി, സ്വയം പ്രതിരോധത്തിലാകുന്ന തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് പാർട്ടി നീങ്ങുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാത്തിരിക്കാം. രാജി സ്വയം രഞ്ജിത്ത് വെക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് CPM പോകുന്നു എന്നുള്ള സൂചനകളാണ്.